നമസ്കാരം. ഇന്ന് നമ്മൾ സ്വാമി വിവേകാനന്ദനെ പറ്റിയാണ് പഠിക്കുന്നത്. സ്വാമി വിവേകാനന്ദൻ ജനിച്ചത് 1863 ജാനുവരി 12. 1863 ജാനുവരി 12 ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് വിവേകാനന്ദൻ്റെ ജന്മദിനത്തെയാണ്, ജാനുവരി 12. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആത്മീയ പിതാവ് എന്ന് വിവേകാനന്ദനെ വിശേഷിപ്പിച്ചത് നേതാജി സുഭാഷ് ചന്ദ്രബോസാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആത്മീയ പിതാവ് എന്ന് വിവേകാനന്ദനെ വിശേഷിപ്പിച്ചത് നേതാജി സുഭാഷ് ചന്ദ്രബോസാണ്. സ്വാമി വിവേകാനന്ദൻ്റെ യഥാർത്ഥ നാമം നരേന്ദ്രനാഥ ദത്ത എന്നാണ്. നരേന്ദ്രനാഥ ദത്തായ്ക്ക് വിവേകാനന്ദൻ എന്ന പേര് നിർദ്ദേശിച്ചത് ഖേത്രിയിലെ രാജാവായിരുന്ന അജിത് സിംഗ് ആയിരുന്നു. സ്വാമി വിവേകാനന്ദൻ്റെ ഗുരു ശ്രീരാമകൃഷ്ണ പരമഹംസരാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ യഥാർത്ഥ പേര് ഗദാധർ ചാറ്റർജി എന്നാണ്, അല്ലെങ്കിൽ ഗദാധർ ചതോപാധ്യായ. ഇത് രണ്ടും പറയും. ഈ രീതിയിലാണ് ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ആദ്യത്തെ പേര്. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ പത്നിയാണ് ശാരദാമണി അല്ലെങ്കിൽ ശാരദാ ദേവി. മാനവ സേവയാണ് ഈശ്വര സേവ എന്ന് അഭിപ്രായപ്പെട്ടത് ശ്രീരാമകൃഷ്ണ പരമഹംസരാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ജീവചരിത്രം ഇംഗ്ലീഷിൽ ആദ്യമായി പ്രസിദ്ധീകരിച്ചത് പ്രതാപ് ചന്ദ്ര മജുംദാർ ആണ്. പ്രതാപ് ചന്ദ്ര മജുംദാർ. വിവേകാനന്ദൻ ആദ്യമായി ശ്രീരാമകൃഷ്ണ പരമഹംസനെ സന്ദർശിച്ച വർഷം 1881. ശ്രീരാമകൃഷ്ണ പരമഹംസർ സമാധിയായ വർഷം 1886 ഓഗസ്റ്റ് 16. ദക്ഷിണേശ്വരത്തെ സന്യാസി എന്നറിയപ്പെടുന്നത് ശ്രീരാമകൃഷ്ണ പരമഹംസർ. പൗനാറിലെ സന്യാസി എന്നറിയപ്പെടുന്നത് ആചാര്യ വിനോബ ഭാവെ. സബർമതിയിലെ സന്യാസി എന്നറിയപ്പെടുന്നത് മഹാത്മാഗാന്ധി. ഇത് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ചോദ്യങ്ങളാണ്, ഒന്നുകൂടെ പറയാം. ദക്ഷിണേശ്വരത്തെ സന്യാസി ശ്രീരാമകൃഷ്ണ പരമഹംസർ, പൗനാറിലെ സന്യാസി ആചാര്യ വിനോബ ഭാവെ, സബർമതിയിലെ സന്യാസി മഹാത്മാഗാന്ധി. ചിക്കാഗോ മതസമ്മേളനത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു സ്വാമി വിവേകാനന്ദൻ. ചിക്കാഗോ മതസമ്മേളനത്തിലെ പ്രസംഗത്തിനു ശേഷം അമേരിക്കൻ ജനത സ്വാമിയെ വിശേഷിപ്പിച്ചത് ചക്രവാത സദൃശനായ ഹിന്ദു എന്നാണ്. ചിക്കാഗോ സർവമത സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രമുഖ മലയാളിയാണ് രാജാ രവിവർമ്മ. അത് പ്രത്യേകം ഓർത്ത് പഠിക്കേണ്ടതാണ്. 1899 1900 പാരീസ് റിലീജിയസ് കോൺഗ്രസിൽ പങ്കെടുത്ത ഇന്ത്യൻ നേതാവ് സ്വാമി വിവേകാനന്ദനാണ്. സ്വാമി വിവേകാനന്ദൻ ന്യൂയോർക്കിൽ സ്ഥാപിച്ച സംഘടന വേദാന്ത സൊസൈറ്റി ഓഫ് ന്യൂയോർക്ക്. ഗീതയിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് സ്വാമി വിവേകാനന്ദനാണ്. സ്വാമി വിവേകാനന്ദൻ ലോകത്തിന് നൽകിയ ആഹ്വാനം ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യ വരാൻ നിബോധിത. അതിൻ്റെ അർത്ഥം ഉണരൂ, എഴുന്നേൽക്കൂ, ലക്ഷ്യം നേടുന്നതുവരെ പ്രയത്നിക്കൂ. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദൻ കേരളം സന്ദർശിച്ച വർഷം 1892. ഒരു ശിഷ്യൻ്റെ ഡയറി കുറിപ്പുകൾ രചിച്ചത് വിവേകാനന്ദ ശിഷ്യനാണ്. ആ ശിഷ്യൻ്റെ പേരാണ് ശരത് ചന്ദ്ര ചക്രവർത്തി. ഒരു ശിഷ്യൻ്റെ ഡയറി കുറിപ്പുകൾ എന്ന കൃതി രചിച്ചത് വിവേകാനന്ദൻ്റെ ശിഷ്യനാണ്. ശിഷ്യൻ്റെ പേര് ശരത് ചന്ദ്ര ചക്രവർത്തി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥാപിക്കാൻ ജംഷഡ്ജി ടാറ്റയ്ക്ക് പ്രചോദനം നൽകിയത് സ്വാമി വിവേകാനന്ദനാണ്. സ്വാമി വിവേകാനന്ദൻ സമാധിയായ വർഷം 1902 ജൂലൈ 4 വിവേകാനന്ദ പ്രതിമ സ്ഥിതി ചെയ്യുന്ന സ്ഥലം കന്യാകുമാരിയാണ്. മാൻ ദ മേക്കർ ഓഫ് ഹിസ് ഓൺ ഡെസ്റ്റിനി എന്ന പുസ്തകം രചിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. അത് പ്രത്യേകം ഓർക്കുക. മാൻ ദ മേക്കർ ഓഫ് ഹിസ് ഓൺ ഡെസ്റ്റിനി എന്ന പുസ്തകം രചിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. സ്വാമി വിവേകാനന്ദൻ്റെ മറ്റു പ്രധാനപ്പെട്ട കൃതികളാണ് രാജയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം, കർമ്മയോഗം, വർത്തമാൻ ഭാരത്, ദ ഈസ്റ്റ് ആൻഡ് ദ വെസ്റ്റ്, സംഗീത കൽപ്പതരു. അതിൽ അദ്ദേഹം രചിച്ച കവിതയാണ് കാളി ദ മദർ. അപ്പോൾ സ്വാമി വിവേകാനന്ദൻ രചിച്ച കവിതയാണ് കാളി ദ മദർ. ഇതൊക്കെയാണ് സ്വാമി വിവേകാനന്ദനെ പറ്റി പ്രധാനമായും പഠിക്കാനുള്ളത്. ഇനി ദരിദ്രരോട് അനുതാപമുള്ളവനെ ഞാൻ മഹാത്മാവെന്ന് വിളിക്കും, മറിച്ചുള്ളവനെ ദുരാത്മാവെന്ന് വിളിക്കുമെന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ്.
സംഘടന ശക്തിയാണ്, അതിൻ്റെ രഹസ്യം അച്ചടക്കത്തിലാണ് എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ്. സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴി ഫുട്ബോൾ കളിയാണ് എന്ന് പറഞ്ഞതും സ്വാമി വിവേകാനന്ദനാണ്. ധനവും പദവിയും അധികാരവുമല്ല ആവശ്യം, വിവേകമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് സ്വാമി വിവേകാനന്ദനാണ്. ധനവും പദവിയും അധികാരവും മല്ല ആവശ്യം, വിവേകമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് സ്വാമി വിവേകാനന്ദനാണ്. ഇരുമ്പിൻ്റെ മാംസപേശികളും ഉരുക്കിൻ്റെ ഞരമ്പുകളുമാണ് നമ്മുടെ നാടിനാവശ്യമെന്ന് അഭിപ്രായപ്പെട്ടത് സ്വാമി വിവേകാനന്ദനാണ്. പട്ടിണി കിടക്കുന്നവരോട് മതബോധം നടത്തുന്നത് അവനെ അപഹസിക്കുന്നതിന് തുല്യമാണ് എന്ന് അഭിപ്രായപ്പെട്ടതും അദ്ദേഹമാണ്. പട്ടിണി കിടക്കുന്നവനോട് മതബോധനം നടത്തുന്നത് അവനെ അപഹസിക്കുന്നതിന് തുല്യമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് സ്വാമി വിവേകാനന്ദനാണ്. മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവ മതത്തെയും ഇസ്ലാമികതയെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ എന്ന് അഭിപ്രായപ്പെട്ടതും വിവേകാനന്ദനാണ്. അപ്പോൾ ഇത്രയാണ് വിവേകാനന്ദനെ പറ്റി നമ്മൾ പൊതുവായി പഠിക്കാനുള്ളത്. എല്ലാവരും നന്നായി പഠിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഏതൊക്കെ ടോപ്പിക്കുകളാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അത് ഇതുപോലെ വീഡിയോ ഇടാം. ഷോർട്സ് വീഡിയോസ് ഇടുന്നുണ്ട്, അതെല്ലാവരും കാണുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്